പനങ്കുല പോലെ കറുത്ത ഇടതൂർന്ന മുടി നിങ്ങൾക്ക് വേണോ? മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളത്തിൽ ഇതൊന്ന് ചേർത്ത് നോക്കൂ. കംഫർട്ടും ബേക്കിംഗ് സോഡയും ഇനി നിങ്ങളെ ഞെട്ടിക്കും. തുടങ്ങി ഒട്ടനവധി ടിപ്പുകളുമായി വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ചധികം ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് ഇത്രത്തോളം അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലൊരു കർപ്പൂരം വെച്ച് കൊടുക്കുകയാണ്. കർപ്പൂരത്തിൻ്റെ ഒരു ടാബ്ലറ്റ് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾക്കറിയാമോ, ഈ അരിയും കർപ്പൂരവും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരയിൽ വെക്കുന്നത് അലമാരയ്ക്കുള്ളിലെ ഒരു പൂപ്പൽ മണവും ദുർഗന്ധവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും. ഈ അരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഈർപ്പം, അതായത് മോയ്സ്ചറിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലമാരയ്ക്കുള്ളിലെ വസ്ത്രങ്ങൾക്കും മറ്റും ആ ഒരു പൂപ്പൽ മണം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ പൂപ്പൽ മണം പാടെ ഒഴിവായി പോകും കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ കർപ്പൂരമാണെങ്കിൽ നല്ലൊരു സുഗന്ധമാണല്ലോ. കർപ്പൂരത്തിന് ഒരു സ്വാഭാവിക സുഗന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇത് അലമാരയിലെ ആ ഒരു ദുർഗന്ധത്തെയൊക്കെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ കീടങ്ങളെയൊക്കെ അകറ്റും. അതായത് പാറ്റ, പല്ലി, പിന്നെ അഥവാ ഇനി ചിലപ്പോൾ ചിതലോ ഉറുമ്പോ ചെറിയ ഉറുമ്പുകളൊക്കെ വസ്ത്രത്തിൻ്റെ മടക്കുകൾക്കുള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കർപ്പൂരം സഹായിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളിത് ഈ കർപ്പൂരമൊക്കെ ആണെങ്കിൽ വസ്ത്രങ്ങളിൽ നേരിട്ട് തട്ടാതെ ഇതുപോലെ ചെറിയൊരു കോട്ടൺ തുണിയിൽ അല്പം അരിയും കർപ്പൂരവും കൂടി ഇങ്ങനെ പൊതിഞ്ഞിട്ട് കിഴി കെട്ടിയിട്ട് ഇതുപോലെ നമ്മൾ അലമാരയുടെ ഏതെങ്കിലും ഒരു തട്ടിലെ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈർപ്പം ഒഴിവാക്കാനും അതുപോലെ പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ വെളുത്തുള്ളി അല്ലിയൊക്കെ ആണെങ്കിൽ നമുക്കത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമായിരിക്കും, മടുപ്പായിരിക്കും അല്ലേ. ഭയങ്കര പാടാണ് അതൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈസി ആയിട്ടിട്ട് ഇടികല്ലിലോട്ട് ഇങ്ങനെ ആ വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ട് ഇടികല്ലിൻ്റെ ആ ഒരു കല്ല് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചതച്ച് കൊടുക്കുക. അങ്ങനെ വല്ലാണ്ട് ചതഞ്ഞു പോവണ്ട. ചെറിയ തോതിൽ ഒരു 2 തവണ ഇങ്ങനെ ഒന്ന് ഇടിച്ചതിന് ശേഷം ഇതുണ്ട് കൈകൊണ്ട് നമുക്ക് എടുത്ത് അനായാസം ആ അല്ലിയെല്ലാം ഇങ്ങനെ നമുക്ക് വേർപെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തൊലിയെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ചിക്കൻ കറി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ചാറിടുന്ന സമയത്തൊക്കെ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പ്രയാസമൊന്നും തോന്നി ഈ ഒരു കാര്യം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം ഇടികല്ല് എടുത്തത് കൊണ്ട് ഇടികല്ല് വെച്ചിട്ടുള്ള 1-2 ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കത്തിയുടെയൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ ഇടികല്ല് കൊണ്ട് നമുക്ക് അനായാസം ഇതുപോലെ മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം കത്തിയുടെ നിന്ന് തന്നെയല്ല, ഇതുപോലെ നമ്മുടെ കത്രികയുടെയൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരസി കൊടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ഇടികല്ല് ഇങ്ങനെ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പല്ലി, പാറ്റ, ഉറുമ്പുകളൊക്കെ കയറാനുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പഴയ ബുക്കിൻ്റെ ആ ഒരു കട്ടിയുള്ള പുറംഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഇടികല്ലിൻ്റെ ഈ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് റൗണ്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് റൗണ്ട് കൂടി പോകരുതേ. അപ്പം ചെറിയൊരു അളവിൽ ഈ ഒരു കണക്കിന് വേണം ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ 2 ഉപയോഗമുണ്ട് കേട്ടോ ഇതിന്. ഒന്ന്, നമുക്ക് ഇതുപോലെ എന്താ പറയുക, പല്ലി പാറ്റയൊക്കെ കയറാതെ ഇങ്ങനെ നമുക്ക് സേഫ് ആയിട്ടിട്ട് വെക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലൊന്ന് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇടിച്ച് ചതച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെളിയിലേക്ക് തെറിച്ചു പോകത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം 2 കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം നമുക്ക് ഈ ഒരെണ്ണം മതിയാകും. പിന്നീട് ഇത് പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മളിങ്ങനെ വെറുതെ നിസാരം എന്ന് തോന്നുന്ന ഈ വസ്തുക്കൾ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇടികല്ല് വൃത്തിയാക്കാനുള്ളൊരു എളുപ്പ മാർഗ്ഗമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ബേക്കിംഗ് സോഡയാണ്. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കിന് ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മണത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയും കൂടെ ട്രൈ ചെയ്തിട്ട് നോക്കാം.
അടുത്തതായിട്ട് നിങ്ങളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂട്ടാനുള്ള ഒരു കൊച്ചു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിച്ചിട്ട് തള്ളവിരൽ ഉള്ളിലേക്കും പുറത്തേക്കും ഇതുപോലൊരു 30 പ്രാവശ്യം വയ്ക്കുക. അതിനുശേഷം മറ്റു വിരലുകളെല്ലാം കൂടെ ഇതുപോലെ ഉള്ളിലേക്കും പുറത്തേക്കും ഒരു 30 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം എല്ലാ വിരലും ഇതുപോലെ ഒരു 30 പ്രാവശ്യം ഉള്ളിലേക്കും പുറത്തേക്കും ഈ ഒരു രീതിക്കൊന്ന് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൈ ഇതുപോലെ അങ്ങ് ചെരിച്ച് പിടിക്കുക. ചെരിച്ച് പിടിച്ചതിന് ശേഷം തള്ളവിരലും ബാക്കി എല്ലാ വിരലും അകത്തേക്കും പുറത്തേക്കും ഇതുപോലെ ഒരു 30 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഒരു ബൗളിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് സാധാ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ വെള്ളത്തിലോട്ട് ഞാൻ അല്പം കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ കംഫോർട്ട് ആ ഒരു കണക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കംഫോർട്ടിന് നല്ലൊരു സുഗന്ധമാണല്ലോ. അപ്പം കംഫോർട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ദുർഗന്ധം മാറാനായിട്ട് കംഫോർട്ടും ബേക്കിംഗ് സോഡയും 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബേക്കിംഗ് സോഡയാണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. അത് ദുർഗന്ധത്തെ വലിച്ചെടുത്ത് കളയും. അതുപോലെ തന്നെ കംഫോർട്ടാണെങ്കിലും നല്ല അടിപൊളി സുഗന്ധമാണ് കംഫോർട്ടിന്. അപ്പം നിങ്ങൾ ഈ 2 ഇതും വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ദുർഗന്ധം വലിച്ചെടുത്ത് കളയാൻ പറ്റും. അപ്പം ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അപ്പം ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ സോഫ സെറ്റിയിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ അവർ ഫുഡൊക്കെ കഴിക്കുന്ന മിക്കവാറും അവിടെ ഇരുന്നിട്ടായിരിക്കും. അപ്പം ആകപ്പാടെ ഒരു ദുർഗന്ധമായിരിക്കും ഫുഡ് ഐറ്റംസ് ഒക്കെ വീണിട്ട്. അതുപോലെ തന്നെ പാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പക്ഷെങ്കിൽ മറിഞ്ഞ് വീണിട്ട്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ആണെങ്കിൽ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു സോഫ സെറ്റിയിലൊക്കെ ആ ഒരു ബാഡ് സ്മെല്ല് എന്തായാലും നിലനിൽക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. സെറ്റിയിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് അയൺ ബോക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറിയ തോതിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ദുർഗന്ധം എല്ലാം നല്ലതുപോലെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് സോഫ സെറ്റിയിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്പ്രേ കർട്ടൻ്റെ ഇടയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ സഡനായിട്ടുള്ള ഒരു ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കംഫോർട്ട് എടുത്തിട്ട് അല്പം വെള്ളമായി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് കംഫോർട്ടിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ മുഴുവനും വ്യാപിക്കും. അപ്പോൾ പെട്ടെന്ന് മീനൊക്കെ നമ്മൾ വറക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ദുർഗന്ധം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്താണ് ഗസ്റ്റൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സഡനായിട്ടിട്ട് ആ ഒരു ദുർഗന്ധം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുമ്പം അത് നല്ലതുപോലെ നമുക്ക് തോല് ഉരിച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ കുറച്ച് നാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി എടുത്തിട്ട് കളയാൻ വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ തൊലിയുണ്ടല്ലോ, അത് മതി. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ അനായാസം നമുക്ക് ആ ഒരു തോല് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിൽ ഒരു 4-5 ചെമ്പരത്തി പൂവും ഒരു പിടി ചെമ്പരത്തിയുടെ കുറച്ച് ഇളത്തയായിട്ടുള്ള ഇലയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പൂമ്പൊടിയുടെ ഈ ഒരു ഭാഗം അങ്ങ് നമുക്ക് ഞുള്ളിക്കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതുണ്ട് തലേ ദിവസം ഒരു 2-3 സ്പൂണ് ഉലുവ എന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉലുവ വെള്ളത്തോട് കൂടി ഞാൻ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ട് വരാം കേട്ടോ. നല്ല അടിപൊളി ഒരു ഹെയർ പായ്ക്കാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം എന്താണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആകണമെങ്കിൽ നമ്മുടെ പഴങ്കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾക്ക് ലൂസ് ആക്കിയിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ഈ ഒരു പായ്ക്ക് നമുക്ക് മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയോട്ടിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല
അടിപൊളി ഒരു ഹെയർ പായ്ക്കാണ്, നാച്ചുറലാണ്, യാതൊരുവിധ കെമിക്കലുകളും നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുടിയുടെ തിളക്കം നിലനിർത്താനും മുടിയുടെ ഭംഗി കൂട്ടാനും ഉലുവയിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ താരനകറ്റാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന പുളിച്ച കഞ്ഞിവെള്ളം, പിന്നെ ചെമ്പരത്തിയിലെ ആ ഒരു പശപ്പ് പോലുള്ള ആ ഒരു സംഭവമൊക്കെ മുടിക്ക് നല്ല മൃദുത്വവും തിളക്കവും നൽകുന്നു. ഇത് മുടി ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതൊക്കെ ഒഴിവാക്കുകയും നല്ല സ്മൂത്തി സിൽക്കി ആയിട്ടിട്ട് കിടക്കാൻ സഹായിക്കും. നല്ല തിളക്കം കിട്ടും. പഴങ്കഞ്ഞി വെള്ളത്തിലെ വിറ്റമിനുകളും ധാതുക്കളും ഒക്കെ ഉണ്ടല്ലോ, മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും സ്വാഭാവികമായിട്ടുള്ളൊരു നല്ല തിളക്കം നൽകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കണം കേട്ടോ.